ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് കട്ട്ലറ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് 4 മണിക്ക് ചായയുടെയും പിന്നെ ഇഫ്താർ ടൈമിനായാലും പിന്നെ ഒരു സ്നാക്ക് ഐറ്റമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല രുചിയുള്ളൊരു ബീഫ് കട്ട്ലറ്റാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. അതൊരു നാടൻ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ തയ്യാറാക്കി നമുക്ക് നോക്കാം. ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്, എല്ലോട് കൂടിയല്ല എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു 3 വിസിൽ വരുന്നിടം വരെ കുക്കറിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിടാം. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാതാണ് ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇത് 3 വിസിൽ മതി, പെട്ടെന്ന് വേവുന്ന ബീഫാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ 3 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആവിയൊക്കെ നല്ലപോലെ പോയതിന് ശേഷം ഞാൻ ഇത് തുറക്കുകയാണ്. ഓക്കെ, ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതാ ഇത്രയേ വെള്ളമേ ഉള്ളൂ, വെള്ളം നമ്മൾ ഒഴിക്കാഞ്ഞിട്ടും അണ്ട ഈ സ്വല്പം വെള്ളമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ബീഫ് നല്ല ഡ്രൈ ആയിരിക്കണം കട്ട്ലറ്റിന് വേണ്ടി. അപ്പോൾ ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേന് നമുക്കതിലോട്ട് കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ബീഫ് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ വെള്ളം എല്ലാം പോയി, വെള്ളം ബീഫിൽ നിന്ന് എല്ലാം ഇതായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ബീഫിൻ്റെ ആ മസാലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഇത് ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ആ എണ്ണ ഒന്ന് ചൂടാവണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 3 സവാളയാണ്, അത്യാവശ്യം വലിയ സവാളയാണ്, അത് ചെറുതായി അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പിട്ടതാണ്, അതനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനും. പിന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും സവാളയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചതച്ചത് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ പ്രത്യേക രുചി വരും കട്ട്ലറ്റിന്, ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്താലും. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ഈ സവാളയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കൊരു 4 പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ സവാളയെല്ലാം നല്ലോണം ഒന്ന് വാടി വരണം. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് സവാള വാടി വരട്ടെ. അപ്പോൾ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ.
അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് ബീഫ് ഞാൻ പൊടിച്ചെടുത്തതാണ്. അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയായിട്ട് നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു നാടൻ സ്റ്റൈൽ ബീഫ് കട്ട്ലറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലയൊക്കെ കൂടുതൽ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് 3 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചതാണ്, ഉപ്പില്ലാതാണ് ഞാൻ വേവിച്ച് വെച്ചത്. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ ബീഫിൻ്റെ ഈ കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ ഞാൻ ഉപ്പിടാത്തതുകൊണ്ട് ഞാൻ അത് അനുസരിച്ചാണ് ബീഫിലും സവാളയിലെല്ലാം ഉപ്പിട്ടത്. അപ്പോൾ എന്തായാലും ഉപ്പ് കാണും. അല്ലെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടാവുന്നതേ ഉള്ളൂ. 3 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തത്. ഇനി നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാം മിക്സായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട്ലറ്റിന് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ല ചൂടൊക്കെ മാറിയിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് പോലെ ആക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഞാൻ ഈ ഒരു രൂപത്തിലാണ് ഞാൻ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പിലോ സ്റ്റാറിൻ്റെ ഷേപ്പിലോ എല്ലാം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ബോൾ പോലൊക്കെ ആക്കിയെടുക്കാം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കട്ട്ലറ്റ് എല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 10 കട്ട്ലറ്റ് പെട്ടെന്നൊന്ന് ഷേപ്പ് ചെയ്തതാണ്. നമുക്കൊരു 25 കട്ട്ലറ്റ് ആ മസാല വെച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട്ലറ്റ് ഒരു എഗ് മിക്സിലും പിന്നെ ബ്രെഡ് ക്രംസിലും നമുക്ക് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയിലേക്ക് അത് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ബ്രെഡ് ക്രംസിൽ കുറച്ച് ഓട്സും കൂടെ ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റ് എടുത്ത് ഒന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എല്ലാ സൈഡും നല്ലപോലെ എഗ്ഗ് കോട്ടാവണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് എല്ലാം നല്ലപോലെ കട്ട്ലറ്റിൽ കോട്ടായി കിട്ടണം. ഇതേപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു കട്ട്ലറ്റ് റെഡി. ഇത് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതും അതേപോലെ ചെയ്തെടുക്കണം. ആദ്യം എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ബാക്കി കട്ട്ലറ്റെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 10 കട്ട്ലറ്റ് ഇത് എഗ്ഗിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസ് ചെയ്തിട്ട് ഇഷ്ടമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാമെന്നും കൂടെ ഉള്ളൂ. ഇനി ഞാൻ അതിന് വേണ്ടി ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടുതൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ കട്ട്ലറ്റിൻ്റെ ഒന്നും
ഓയിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കളയേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് മതി. ഇനി അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ് ഓരോന്നായി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ കട്ട്ലറ്റ് എല്ലാം ഇതാ നല്ലപോലെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു സൈഡ് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് എന്നിട്ട് മറ്റേ സൈഡും ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതാ അടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എണ്ണയിൽ നിന്ന് എല്ലാം മാറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റ്സ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് നോക്കി വന്നിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കട്ട്ലറ്റൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല മുരിഞ്ഞ് എല്ലാ സൈഡും നല്ലപോലെ മുരിഞ്ഞെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ നല്ല രുചിയുള്ളൊരു കട്ട്ലറ്റാണിത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കട്ട്ലറ്റാണ് ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കട്ട്ലറ്റാണ്. ഇപ്പം നല്ല മഴ സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ചായയുടെ കൂടെ ഒരു കട്ട്ലറ്റ് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇഫ്താർ ടൈമിലായാലും 4 മണിക്ക് ചായയുടെ ആയാലും നിങ്ങൾക്ക് സ്നാക്കായിട്ടെല്ലാം ട്രൈ ചെയ്യാവുന്നൊരു കട്ട്ലറ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.